പോണോഗ്രഫിയെക്കുറിച്ച് ഇപ്പം നിങ്ങളെ ആളുകളെ കൗൺസിലിംഗ് വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള സ്ഥിതിക്ക് മൊത്തത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പം നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇത് പിന്നെ സാമൂഹികമായിട്ടും സോഷ്യലി അവരുടെ ഫാമിലി ലൈഫിനെയും അതുപോലെ പല വിഷയങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങളെ എക്സ്പീരിയൻസ് ഇന്ന് ഇതിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ലെവല് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ ഈ കൊറോണ പാൻഡമിക്, കോവിഡ് പാൻഡമിക് എന്ന് പറയാമല്ലോ, അതുപോലെയുള്ളൊരു പാൻഡമിക്കിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പോണോഗ്രഫിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹിഡൻ സീക്രട്ട്. അതായത് സീക്രട്ടായി എല്ലാവർക്കും അറിയാം ഇതൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്, പക്ഷേ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇത് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ വളരെ കുറവാണ്. ഇതിൻ്റെ സൈക്കോളജിക്കൽ സൈഡ് സംസാരിക്കപ്പെടുന്നേ ഇല്ല എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. അത് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഇതിലേക്ക് ചാടി വീഴുകയാണ്. ഇപ്പോൾ എത്രയോ കുട്ടികൾ അവരുടെ ഫസ്റ്റ് എക്സ്പോഷറായിട്ട് വരാം ആദ്യം ഇതിലേക്ക് കാണുന്നത് സ്കൂളിൽ നിന്നാണ്. കുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ അവർ എക്സ്പോസ്ഡ് ആകുമ്പോൾ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ്, റൈറ്റ്? അപ്പോൾ അതിൽ ശരിക്കും പ്രോപ്പറായിട്ട് ഒരു ഐഡിയ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ അഡിക്ഷൻ സൈക്കിളിൽ നിന്ന് അവരെ നമുക്ക് തടഞ്ഞു നിർത്താമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ വി നീഡ് മോർ അവയർനെസ് ഓൺ ദിസ് സ്പെസിഫിക് ഇഷ്യൂ. ഇപ്പോൾ യൂത്ത് കോൺഫറൻസുകൾ കേരളത്തിൽ ഉടനീളം കുറേ സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസ് എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷെ അവരുടെ കണ്ടൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ വിഷയം വരുന്നത് അത്ര നമ്മൾ കാണുന്നില്ല. അഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻ പറയുമെങ്കിലും പൊണോഗ്രഫി അഡിക്ഷൻ ഈസ് നോട്ട് സ്പോക്കൺ അബൌട്ട്. സോ ഞാൻ പറയുന്നത് വി നീഡ് ടു ഹാവ് മോർ അവയർനെസ് ഓൺ ദിസ്. ഇത് ഡി അഡിക്ഷൻ കോഴ്സുകൾ ഇസ്ലാമിക്കലി ബേസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു R-Cube കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വി പ്ലാനിങ് ടു ലോഞ്ച് ഇറ്റ് ഇൻഷാല്ലാ ഇൻ ഖാഫ് അക്കാഡമി. അപ്പോൾ അതിൽ എ ലോട്ട് മോർ കോഴ്സസ് നീഡ് ടു ബി ഡൺ. കൂടുതൽ ആളുകൾക്ക് ഈ കോഴ്സുകളുമായിട്ടുള്ള ആക്സസ് നമ്മൾ കൂട്ടണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് നിസ്സാരമാണെന്ന് തോന്നുന്ന പല വിഷയങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള മോഡേൺ സയൻസിനെ പിന്നെ തെളിവാക്കി എവിഡൻസ് ആക്കി വെച്ചിട്ട് പിന്നെ ഈ ഒരു ധാർമ്മിക ബോധമൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഇതിനൊക്കെ വിധി പറയുന്നത്. അതിനൊന്നും പ്രശ്നമില്ല, ഇറ്റ്സ് ഓക്കെ എന്നുള്ള വിധി പറയുമ്പോൾ അത് കേട്ടിട്ട് വളരുന്ന ആളുകൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിനൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഇതിൻ്റെ പേരിൽ റിഗ്രറ്റ് ചെയ്യുന്നൊരവസ്ഥ അല്ലാഹുൽ മുസ്തആൻ. അത് സുബ്ഹാനല്ലാഹ് ഭയങ്കര സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് മോഡേൺ സൈക്കോളജി ഹാസ് ലൈറ്റ് ടു അസ് അബൌട്ട് പൊണോഗ്രഫി അഡിക്ഷൻ. അതിൽ പൊണോഗ്രഫി അഡിക്ഷൻ എന്നുള്ള DSM-ൽ ഒരു പ്രശ്നമുണ്ട്. DSM എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് സൈക്കോളജി. അത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ ലിസ്റ്റാണ്, സിംറ്റമാറ്റിക് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ്. അതിൽ പൊണോഗ്രഫി അഡിക്ഷൻ എന്നുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല എന്നുള്ളതാണ് അത്ഭുതം, സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇത് റിലേറ്റഡായിട്ടുള്ള കുറേ പഠനങ്ങളുണ്ട്. ഡോക്ടർ ഗ്യാരി വിൽസൺ എഴുതിയിട്ടുള്ള യുവർ ബ്രെയിൻ ഓൺ പോൺ എന്നുള്ളൊരു പുസ്തകമുണ്ട്. അതിൽ ഇറ്റ് ഈസ് അസ്റ്റോണിഷിങ്. ബ്രെയിൻ സ്കാൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ബ്രെയിനിനെ മൊത്തമായിട്ട് ബാധിക്കുന്ന, നമ്മുടെ ബ്രെയിനിലെ ഗ്രേ മാറ്ററിൻ്റെ വോളിയം തന്നെ കുറയ്ക്കുന്നൊരു സംഭവമാണ് ഈ പൊണോഗ്രഫി അഡിക്ഷൻ എന്നുള്ളത്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ ബാധിക്കുന്നു, നമ്മുടെ ലിംബിക് സിസ്റ്റത്തെ ബാധിക്കുന്നു, എല്ലാ രീതിയിലും ബ്രെയിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ജനറലി ലിബറൽ സൈക്കോളജിസ്റ്റുകൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, യു ആർ ട്രൈങ് ടു എക്സ്പ്ലോർ യുവർ സെക്ഷുവാലിറ്റി, റൈറ്റ്? ദിസ് ഈസ് അനദർ പാർട്ട് ഓഫ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലും സയൻറ്റിഫിക് ബേസ് ഇല്ലാത്ത കുറേ ആർഗ്യുമെൻറ്റ്സ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി വി നീഡ് എ റെവല്യൂഷൻ ഇൻസൈഡ് ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ആസ് വെൽ. എനിക്ക് ഒരു കേസ് വന്നു, അതിൽ ആ ആൾ പൊണോഗ്രഫി കാണാൻ തുടങ്ങിയത് തന്നെ ഒരു സൈക്കോളജിസ്റ്റ് എടുത്ത് പോയതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ലിബറൽ സൈക്കോളജിസ്റ്റുകൾ അവർ ഒരു സൈഡിൽ നിന്ന് അവരുടെ കുറേ റോള് വഹിക്കുന്നു. അതുകൊണ്ടാണ് ഐ വെരി സ്ട്രോങ്ലി ബിലീവ് വി നീഡ് ഇസ്ലാമിക് സെക്സ് എഡ്യൂക്കേഷൻ. വാട്ട് ഈസ് ഇസ്ലാമിക് സെക്സ് എഡ്യൂക്കേഷൻ? അത് നമ്മൾ ഭയങ്കര വൾഗറായിട്ടുള്ള കാര്യം പഠിപ്പിക്കാനൊന്നുമല്ല, മറിച്ച് ഏജ് അപ്രോപ്രിയേറ്റുള്ള ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികളെ ജെൻഡർ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ലൈസ ദഖറു കൽ ഉൻസ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ഫിത്രയുടെ ഭാഗമാണെങ്കിലും. കാരണം അപ്പുറത്തുനിന്ന് LGBTQ ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെ ഉള്ളിൽ കുറേ സാധനങ്ങൾ കയറ്റാണ്. അതിന് കൂടെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ബയോളജിക്കലി, സൈക്കോളജിക്കലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി പറഞ്ഞു കൊടുക്കലാണ്. ദാറ്റ്സ് വാട്ട് ഇസ്ലാമിക് സെക്സ് എഡ്യൂക്കേഷൻ ഈസ് ആക്ച്വലി അബൌട്ട്. പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൽ അഡീഷണലായിട്ട് പ്രായമനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ സൊല്യൂഷൻസ് ദാറ്റ് വി കുഡ് ഹോളിസ്റ്റിക്കലി ബ്രിങ് ഇൻ. കേരളത്തിലുള്ള സംഘടനകളാണെങ്കിലും, അത് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും, അത് വി ഷുഡ് റിയലി ആസ് എ സൊസൈറ്റി വി ഷുഡ് തിങ്ക് അബൌട്ട് ഡെവലപ്പിംഗ് സംതിങ്. കാരണം ഇതില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതി ഈ അടുത്താണ്, കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് വി നീഡ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ ദ ക്ലാസ് റൂംസ്. അത് മാൻഡറ്ററി ആക്കണം, ചെറു ക്ലാസ് മുതൽ മാൻഡറ്ററി ആക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അവർ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. നമ്മൾ ആൾട്ടർനേറ്റീവ് സാധനം പഠിപ്പിക്കാനില്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഹ്യൂജ് പ്രോബ്ലം. ഭയങ്കര കറ്റാസ്ട്രോഫിയിലേക്കാണ് നമ്മുടെ സമുദായം പോകുന്നത്. ഇത് പൊതുവിൽ ഒരു സാമൂഹിക പ്രശ്നമാണ് എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള പ്രതിവിധികളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം പിന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജസാക്കല്ലാഹു ഖൈർ.